ജൂലൈ 12 മലാല യൂസഫ്സായിയുടെ ജന്മദിനമാണ്. ഈ ദിവസം മലാല ദിനമായി ആചരിക്കുന്നു. ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും അവകാശത്തിനും വേണ്ടി ശബ്ദിച്ച നൊബേൽ സമ്മാന ജേതാവാണ് മലാല യൂസഫ്സായി. എന്തെല്ലാം കാര്യങ്ങളാണ് മലാല യൂസഫ്സായി ചെയ്തത് ഈ ചെറുപ്രായത്തിൽ? ലോകപ്രശസ്തമായി തീർന്നത് എങ്ങനെയാണ്? ഇവരുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നേരിട്ടത്? ഇതേക്കുറിച്ചൊക്കെ ഒന്ന് നോക്കാം. 1997 ജൂലൈ 12 മലാല യൂസഫ്സായി ജനിച്ചത്. പാകിസ്ഥാൻ താലിബാൻ്റെ ശക്തി കേന്ദ്രമായ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിലെ സ്വാത് ജില്ലയിലെ മിങ്കോറയാണ് മലാലയുടെ ജന്മദേശം. വിദ്യാഭ്യാസ, യുവജന, വനിതാ അവകാശ പ്രവർത്തകനും സ്കൂൾ ഉടമയും കവിയുമായ സിയാവുദ്ദീൻ യൂസഫാണ് പിതാവ്. പഷ്തൂൺ കവിയും പോരാളിയുമായ മലാലായ് ഓഫ് മായിവന്തിനോടുള്ള ഇഷ്ടമാണ് മലാലയ്ക്ക് പിതാവ് ആ പേരിടാൻ കാരണം. ഖുഷാൽ പബ്ലിക് സ്കൂൾ എന്ന പേരിൽ ഒരു നിര സ്കൂളുകൾ നടത്തുന്നുണ്ട് ഇദ്ദേഹം. വിദ്യാഭ്യാസ അവകാശ പ്രവർത്തകയായിട്ട് മകളെ വളർത്തിക്കൊണ്ടു വന്നതും ഇദ്ദേഹമാണ്. 2008 സെപ്റ്റംബറിലാണ് വിദ്യാഭ്യാസ അവകാശത്തെക്കുറിച്ച് മലാല പൊതുവേദിയിൽ സംസാരിച്ചു തുടങ്ങുന്നത്. പെൺകുട്ടികളുടെ പഠനാവകാശം നിഷേധിക്കുന്ന താലിബാനെതിരെ സംസാരിക്കാൻ പേഷവാറിലെ പ്രസ് ക്ലബ്ബിൽ മകളെ കൊണ്ടുപോയത് പിതാവാണ്. 2007 സ്വാത് ജില്ലയുടെ നിയന്ത്രണത്തിന് വേണ്ടി പാകിസ്ഥാനും താലിബാനും യുദ്ധം തുടങ്ങിയത്. ഒന്നാം സ്വാത് യുദ്ധം എന്നാണ് അതറിയപ്പെടുന്നത്. സ്വാത്തിൻ്റെ നിയന്ത്രണം കൈക്കലാക്കിയ താലിബാൻ സ്വാത് വാലിയിൽ ടെലിവിഷനും സംഗീതവും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും നിരോധിച്ചു. സ്ത്രീകൾ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നത് വിലക്കി. സ്വാത്തിലെ സ്ഥിതി ഇതായിരിക്കുന്ന സമയത്ത് 2009 തുടക്കത്തിൽ BBC ഉറുദു വിഭാഗം മലാലയുടെ പിതാവ് സിയാവുദ്ദീനെ സമീപിച്ചു. അദ്ദേഹത്തിൻ്റെ സ്കൂളിലെ ഏതെങ്കിലും കുട്ടിയെ കൊണ്ട് താലിബാൻ നിയന്ത്രണത്തിലെ സ്വാത്തിനെ പറ്റി എഴുതിക്കാമോ എന്ന് ചോദിച്ചു. ആയിഷ എന്ന കുട്ടി ഡയറി എഴുതാൻ സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ താലിബാൻ്റെ തിരിച്ചടി ഭയന്ന് ആയിഷയുടെ മാതാപിതാക്കൾ അത് സമ്മതിച്ചില്ല. പിന്നെ സിയാവുദ്ദീന് മുന്നിൽ സ്വന്തം മകളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ മലാല ഡയറി എഴുതി കൊടുത്തു. 2009 ജനുവരി 3 BBC ഉറുദു വ്ലോഗിൽ പ്രത്യക്ഷപ്പെട്ട മലാലയുടെ ആദ്യ വ്ലോഗ് മലാലയെ പ്രശസ്തയാക്കി. നോട്ട് കൈകൊണ്ടെഴുതി ഒരു റിപ്പോർട്ടർക്ക് കൈമാറുകയാണ് മലാല ചെയ്തിരുന്നത്. അദ്ദേഹം അത് സ്കാൻ ചെയ്ത് മെയിൽ ചെയ്യുകയായിരുന്നു. 2012 ഒക്ടോബർ 9 നടന്ന ഒരു വധശ്രമത്തിൽ മലാലയുടെ തലയ്ക്കും കഴുത്തിനും ഗുരുതരമായിട്ട് പരിക്കേറ്റു. സ്കൂൾ കഴിഞ്ഞ് സ്കൂൾ ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തെ തുടർന്നുള്ള ദിവസങ്ങളിൽ അബോധാവസ്ഥയിൽ കഴിഞ്ഞ മലാലയുടെ സ്ഥിതി ക്രമേണ ഭേദപ്പെട്ടു വന്നു. വധശ്രമത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത താലിബാൻ വക്താവ് മലാലയെ അശ്ലീലതയുടെ എത്രയും വേഗം അവസാനിപ്പിക്കേണ്ട പുതിയൊരു അധ്യായമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. പാകിസ്ഥാനിലെ 50 ഇസ്ലാമിക പുരോഹിതന്മാർ മലാലയെ വധിക്കാൻ ശ്രമിച്ചവർക്കെതിരെ ഒരു ഹത്വ ഇറക്കി. 2014 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനാർഹയാണ് മലാല യൂസഫ്സായി. നോബൽ സമ്മാനം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് മലാല. 2013 ജൂലൈ 1 മുതലാണ് ഐക്യരാഷ്ട്ര സംഘടന മലാല ദിനം ആചരിച്ചു വരുന്നത്. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലൂടെ ലോകശ്രദ്ധ നേടിയ മലാല യൂസഫ്സായിയുടെ 27ാം പിറന്നാൾ ദിനമാണ് ജൂലൈ 12. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി പ്രചാരണം നടത്തുന്നതിനും ഈ വിഷയത്തിൽ അവബോധം വളർത്തുന്നതിനുമായിട്ട് മലാലയും പിതാവും ചേർന്ന് മലാല ഫണ്ട് എന്ന സംരംഭത്തിന് തുടക്കം കുറിച്ചു. വൈറൽ വോയിസ് ഗ്ലോബൽ പാർട്ട്ണർഷിപ്പുമായി ചേർന്നാണ് മലാല ഫണ്ട് പ്രവർത്തിക്കുന്നത്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായിട്ട് 2017 ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ദൂതയായിട്ട് മലാലയെ നിയമിച്ചു. 40-ലധികം അവാർഡുകളും ബഹുമതികളും മലാല ഇതിനോടകം നേടിയിട്ടുണ്ട്. മലാലയും ബ്രിട്ടീഷ് പത്രപ്രവർത്തക ക്രിസ്റ്റീന ലാംബും ചേർന്നെഴുതിയ ജീവചരിത്ര കൃതിയായ ഞാൻ മലാല വളരെയേറെ ലോകശ്രദ്ധ നേടിയ ഒരു പുസ്തകമാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തത്വശാസ്ത്രം, രാഷ്ട്രീയം, സാമ്പത്തിക ശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ മലാല ബിരുദം നേടിയിട്ടുണ്ട്. 2020 ഔപചാരിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. 2021 പാകിസ്ഥാൻ ക്രിക്കറ്റ് ഗവേണിംഗ് ബോർഡിലെ മാനേജറായ അസർ മാലിക്കിനെ വിവാഹം ചെയ്തു.
പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന ആവശ്യത്തിൽ അടിയുറച്ചുള്ള പ്രവർത്തനം മലാല ഇന്നും തുടരുകയാണ്. എല്ലാ പെൺകുട്ടികൾക്കും പഠിക്കാനും വളരാനും കഴിയുന്ന ഒരു ലോകം സൃഷ്ടിക്കുക എന്നതാണ് മലാലയുടെ ആഗ്രഹം. ഇന്ന് ലോക പേപ്പർ ബാഗ് ദിനമാണ്. എന്താണ് ഈ ദിനത്തിൻ്റെ പ്രാധാന്യം? ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഈ പേപ്പർ ബാഗ്സ് ഉപയോഗിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? അപ്പോൾ നമ്മൾ മുമ്പ് ഉപയോഗിച്ചിരുന്നത് പ്ലാസ്റ്റിക് ബാഗുകളാണ്. നമ്മൾ അതിൽ വളരെയധികം കംഫർട്ടബിളായി മാറിയിരുന്നു. കാരണം ഈ പ്ലാസ്റ്റിക് ബാഗ്സിൽ എത്ര സാധനം ഇട്ടാലും അത് ആ ഭാരം താങ്ങും, അത് പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. നമ്മളത് സൂക്ഷിച്ചു വയ്ക്കും. പിന്നീടുള്ള സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോഴും ഒക്കെ നമ്മൾ ഈ പ്ലാസ്റ്റിക് ബാഗിൽ കരുതി പോകും, നമ്മുടെ ഹാൻഡ് ബാഗിൽ കരുതി പോകും. നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ ഈ പ്ലാസ്റ്റിക് ബാഗിലിട്ട് തിരിച്ച് പിന്നെയും അത് വീട്ടിലേക്ക് കൊണ്ടുവരും. ഇനി അതൊന്ന് അഴുക്കായി ചീത്തായി കഴിഞ്ഞാൽ നമ്മളത് വലിച്ചെറിഞ്ഞ് കളയുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളത് കത്തിക്കും. ചവറ് കത്തിക്കുന്നതിന് കൂട്ടത്തിൽ ഈ പ്ലാസ്റ്റിക് വിട്ട് അങ്ങനെ നമ്മൾ കത്തിക്കും. ഇത് വർഷങ്ങളായി നമ്മൾ ചെയ്തു വരുന്നൊരു കാര്യമാണ്. നമ്മളത് വളരെ യൂസ്ഡായ പ്ലാസ്റ്റിക് ബാഗ്സുമായിട്ട്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ബാഗ് നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നതിൻ്റെ ദൂഷ്യഫലം എന്താണ് എന്ന് ചിന്തിക്കാതെയാണ് നമ്മൾ ഇത്രയും നാളും ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതിനൊരു നിയമമായി മാറിയിട്ട് പ്ലാസ്റ്റിക് ബാഗ് നിരോധിച്ച് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബാഗ്സാണ് ഇപ്പോൾ വിപണിയിൽ ഇറങ്ങുന്നത്. നമ്മൾ കടയിൽ പോകുമ്പോൾ ഇപ്പോൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് ബാഗ്സായിട്ട് നമുക്കിപ്പോൾ ഇട്ട് തരുന്നുണ്ട്. ബേക്കറിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇട്ട് തരുന്നുണ്ട്. പക്ഷേ ഈ ബാഗ് ഒറ്റ പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാധനം അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഭാരം കൂടിക്കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും, അല്ലെങ്കിൽ അത് കീറിപ്പോവും. പെട്ടെന്ന് തന്നെ അത് അങ്ങനത്തെ ഒരു രീതിയിലുള്ള പ്ലാസ്റ്റിക് ബാഗ്സാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അത് മണ്ണിലിട്ടാലും അത് പതിയെ അലിഞ്ഞ് പോകും. ആ രീതിയിലുള്ള പ്ലാസ്റ്റിക് ബാഗ്സ് ഇപ്പോൾ ഇറങ്ങി തുടങ്ങി. അപ്പോൾ ഈ ഒരു നിയമം വന്നതോടുകൂടി പേപ്പർ ബാഗ്സിൻ്റെ പ്രാധാന്യം കൂടുകയും നമ്മൾ എല്ലാവരും പേപ്പർ ബാഗ്സ് ഉപയോഗിക്കണം, അതിൻ്റെ ഗുണഫലങ്ങളെക്കുറിച്ച് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ഒരു പേപ്പർ ബാഗിൻ്റെ ഉപയോഗം എത്രത്തോളം ആളുകളിലേക്ക് എത്തിക്കാമോ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും ബോധവൽക്കരണത്തിനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം, ഈ ജൂലൈ 12 എന്നുള്ള ദിവസം ഇതിന് ഫിക്സ് ചെയ്തിരിക്കുന്നത്. വേൾഡ് പേപ്പർ ബാഗ് ഡേ ആയിട്ട് ആചരിച്ചു പോരുന്നത്. ഇത് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും ആരോഗ്യത്തെ ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ് പ്ലാസ്റ്റിക്. ഈ പേപ്പർ ബാഗുകളുടെ പ്ലാസ്റ്റിക് ബാഗുകളുടെ ഉപയോഗം ഒഴിവാക്കുന്നതിനെയും പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ഒന്ന് ബോധവൽക്കരിക്കുക. അതാണ് ഈ ദിനത്തിൻ്റെ ഉദ്ദേശം. 1852 ഫ്രാൻസിസ് വോൾ എന്ന അമേരിക്കക്കാരനാണ് ആദ്യമായിട്ട് പേപ്പർ ബാഗിൻ്റെ മെഷീൻ കണ്ടുപിടിക്കുന്നത്. അതിനും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഒരു 1871 മറ്റൊരു പേപ്പർ ബാഗ് നിർമ്മാണ യന്ത്രം കൂടി മാർഗരറ്റ് ഇനൈറ്റ് എന്നയാൾ കണ്ടുപിടിച്ചു. പിന്നെ വന്ന വർഷങ്ങളിൽ കുറച്ചുകൂടി മോഡിഫൈഡ് ആയിട്ടുള്ള 1883 ചാൾസ് സ്റ്റിൽവെൽ ഒരു പേപ്പർ ബാഗ് മെഷീൻ രൂപകൽപ്പന ചെയ്തു, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. പിന്നീട് 1912 വാൾട്ടർ ഡബ്നർ എന്നയാൾ കൊണ്ടു നടക്കാൻ എളുപ്പമുള്ള ഒരു ഹാൻഡിലുള്ള ഒരു പേപ്പർ ബാഗ് രൂപകൽപ്പന ചെയ്തു. പിന്നീട് വന്ന വർഷങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ പേപ്പർ ബാഗുകളുടെ നിർമ്മാണത്തിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ, മെച്ചപ്പെടുത്തലുകളൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നു. പേപ്പർ ബാഗുകൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ഇത് പരിസ്ഥിതി സൗഹൃദ പേപ്പർ ബാഗുകളാണ്. മലിനീകരണം കുറയ്ക്കും. ഇത് വളരെ ലളിതമാണ്. ഇത് ബയോഡിഗ്രേഡബിൾ ആണ്. ഇത് നമ്മുടെ ആരോഗ്യത്തിന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല. നമുക്കിത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാം. പിന്നെ ഇത് വളരെ ചിലവ് കുറഞ്ഞതാണ്. നമുക്ക് തന്നെ വീട്ടിൽ പേപ്പർ ബാഗ് ഉണ്ടാക്കിയെടുക്കാം അല്ലേ. പിന്നെ വീണ്ടും ഉപയോഗിക്കാനും പറ്റുന്നതാണ്. പരിസ്ഥിതി സൗഹൃദത്തിന് ഉള്ളതുകൊണ്ട് പേപ്പർ ബാഗുകൾ നമുക്ക് ഉപയോഗിക്കാൻ ഇഷ്ടവുമാണ്. 100% നമുക്കിത് റീസൈക്കിൾ ചെയ്യാൻ പറ്റും പേപ്പർ ബാഗ്സ്. പിന്നെ ഇത് പേപ്പർ ബാഗുകൾ ഒരു മാസത്തിനുള്ളിൽ ഇത് അഴുകിപ്പോവും. പുറത്ത് നമ്മൾ വലിച്ചെറിയുകയോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാതെ കളയുകയോ ചെയ്താൽ ഒരു മാസത്തിനുള്ളത് അഴുകിപ്പോകും. പിന്നെ ഒരു പേപ്പർ ബാഗ് മാക്സിമം ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു പേപ്പർ ബാഗിൽ നമുക്ക് ഏകദേശം 10 മുതൽ 14 തരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് അതിനകത്ത് ഇടാൻ സാധിക്കും. പിന്നെ പേപ്പർ ബാഗുകൾ ഒരു ഉറപ്പുള്ളതാണ്. നമുക്ക് കാണുമ്പോൾ നമുക്കത് ഉറപ്പില്ല, ഇത് പൊട്ടിപ്പോകുമോ എന്നൊക്കെ തോന്നും. പക്ഷേ ഇല്ല, ഇപ്പോൾ ഇറങ്ങുന്ന പേപ്പർ ബാഗ്സിന് അത്യാവശ്യം കട്ടിയുള്ളതാണ്. പിന്നെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ പേപ്പർ ബാഗുകൾ സുരക്ഷിതമാണ്. കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പേപ്പർ ബാഗുകൾ നമുക്ക് ഉപയോഗിക്കാം. പ്ലാസ്റ്റിക് ബാഗുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
ചെറുതും വലുതുമായ നിരവധി അല്ലെങ്കിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് ഇതുമൂലം ഉണ്ടാകുന്നത്. പ്ലാസ്റ്റിക് ബാഗുകൾ ഏറ്റവും സാധാരണമായ പ്രശ്നം ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യത്തിൻ്റെ അളവാണ്. നിരവധി പ്ലാസ്റ്റിക് ബാഗുകൾ തെരുവിൽ വലിച്ചെറിയപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് അത് നദികളിലും പുഴകളിലും തോടുകളിലും ഒക്കെ ഇങ്ങനെ അടിഞ്ഞു കൂടും. ശരിയായി സംസ്കരിച്ചാലും അത് വിഘടിച്ച് അലിഞ്ഞു ചേരാനായിട്ട് വർഷങ്ങളെടുക്കും. ഇങ്ങനെ അശ്രദ്ധമായിട്ട് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടി അത് നമ്മുടെ അഴുക്ക് ചാലുകളിലൊക്കെ അടിഞ്ഞുകൂടി വെള്ളം പോകാതെ അത് തടസ്സപ്പെടും. പിന്നെ അത് കടലിൽ ചെന്ന് ചേരും. ഇത് കടലിലെ ജീവികൾക്ക് വളരെ പ്രശ്നമുണ്ടാക്കും. ഇങ്ങനെ എല്ലാ വർഷവും വലിയ അളവിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സമുദ്രത്തിൽ എത്തിച്ചേരുന്നുണ്ട്. ഇത് സമുദ്രജീവികൾക്ക് അത് വളരെയധികം ഭീഷണിയാണ്. അവരുടെ മരണത്തിന് തന്നെ ഇത് കാരണമാക്കുന്നുണ്ട്. അതുകൂടാതെ ഇത് കാറ്റിൽ ലയിച്ചു ചേരുന്നുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ കണങ്ങൾ. ഇത് സമുദ്രങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യ പാച്ചുകൾ ഉണ്ടാക്കുന്നുണ്ട്. UN കണക്കനുസരിച്ച് 2050 സമുദ്രങ്ങളിൽ മത്സ്യത്തേക്കാൾ കൂടുതൽ പ്ലാസ്റ്റിക്കുകൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പിന്നെ പ്ലാസ്റ്റിക് ബാഗുകൾ ആഗോള താപനത്തിന് കാരണമാകുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. വന്യജീവികൾക്ക് പക്ഷികൾക്കും ഒക്കെ ഇത് പ്ലാസ്റ്റിക് ബാഗുകൾ അപകടം ഉണ്ടാക്കും. ഇത് ഭക്ഷണത്തിനൊപ്പം ഈ പ്ലാസ്റ്റിക് ബാഗുകളോ പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണങ്ങളോ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ വന്യജീവികളുടെ കുടൽ അടഞ്ഞു പോയിട്ട് അവർക്ക് മരണം വരെ സംഭവിക്കാം. പക്ഷികളെ കുടുക്കാനൊക്കെ ഈ കന്നുകാലികളെ കൊല്ലാനും ഒക്കെ ഈ പ്ലാസ്റ്റിക് ബാഗുകൾക്ക് കഴിയും. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ കണക്കാക്കുന്നത് ഓരോ വർഷവും 1 ലക്ഷം തിമിംഗലങ്ങൾ, ആമകൾ എന്നിവ പ്ലാസ്റ്റിക് സഞ്ചികൾ തിന്നുകയോ അതിൽ കുടുങ്ങിപ്പോവുകയോ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് മരിച്ചു പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ പ്ലാസ്റ്റിക് കവറുകൾ വിഴുങ്ങുകയോ അവയുടെ ദഹനേന്ദ്രിയങ്ങൾ ചാക്കുകൾ കൊണ്ട് അടഞ്ഞു പോവുകയോ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് പ്രതിദിനം 20 പശുക്കൾ മരിക്കുന്നതായിട്ട് കണക്കാക്കപ്പെടുന്നു. പിന്നെ അഴുക്ക് ചാലുകളിൽ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടിഞ്ഞ് വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് കൊതുകുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് മൂലം മലേറിയ പോലുള്ള ഗുരുതര കേസുകൾ ഉണ്ടാകുന്നുണ്ട്. പസഫിക് സമുദ്രത്തിൽ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ ഗ്രേറ്റ് പസഫിക് മാലിന്യ പാച്ചിൽ ആണ് അവസാനിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യത്തിൻ്റെ 80% കരയിൽ നിന്നാണ് വരുന്നത്. ബാക്കി എണ്ണ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും കപ്പലുകളിൽ നിന്നും ആണ് വരുന്നത്. ഇത് കടൽ മൃഗങ്ങൾ ഭക്ഷിക്കുകയും അവിടെ ശ്വാസോച്ഛ്വാസവും ദഹന വ്യവസ്ഥയും തടയുകയും ഒക്കെ ചെയ്യും. ഹരിതഭാവിക്കായിട്ട് സുസ്ഥിരമായ തിരഞ്ഞെടുപ്പുകൾ എന്നാണ് 2024 വേൾഡ് പ്ലാസ്റ്റിക് ബാഗ് ഡേയുടെ തീം എന്ന് പറയുന്നത്. ഈ പേപ്പർ ബാഗ് ഡേയിൽ നമ്മൾ ഓരോരുത്തരും തീരുമാനമെടുക്കുകയാണ് വേണ്ടത്. ഇനി പ്ലാസ്റ്റിക് ഉപയോഗിക്കുകയില്ല. എത്രത്തോളം നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗം നമ്മുടെ നിത്യജീവിതത്തിൽ കുറയ്ക്കാൻ സാധിക്കുമോ അതിനുവേണ്ടി ശ്രമിക്കുക. സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ ഒരു ഹാൻഡ് ബാഗിൽ ഒരു തുണിസഞ്ചിയോ ജൂട്ട് ബാഗോ പേപ്പർ ബാഗോ നമ്മൾ കരുതാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഈ ചെയ്യുന്നത് നമ്മുടെ ഭാവി തലമുറയ്ക്കാണ് അതിൻ്റെ ഗുണം ലഭിക്കുക. ഇപ്പോഴത്തെ തലമുറയ്ക്കും ഇനി വരുന്ന ഭാവി തലമുറയ്ക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ, അതായത് നമ്മൾ ഈ അനുഭവിക്കുന്ന ഭൂമിയിലെ പരിസ്ഥിതിയുടെ ഈ ഗുണഫലങ്ങൾ ഭാവി തലമുറയ്ക്കും കൂടി ഉപകാരപ്പെടണം എന്നുള്ള ബോധത്തോടു കൂടി വേണം നമ്മൾ പ്രവർത്തിക്കാൻ.